പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നാം. ഇത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ മലപ്പുറം ജില്ലയിലെ തിരൂർ പഠനകേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജിൽ ഇന്നൊരു അതിഥി വന്നിട്ടുണ്ട്. അതിഥിയെ സംവദിക്കാൻ പോകുന്നത് ഇവിടെ പഠിക്കുന്ന മോണ്ടിസോറി വിദ്യാർത്ഥികളാണ്. കോളേജിനെ സംബന്ധിച്ച് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രൊഫൈലുള്ള ഒരു വ്യക്തി നമ്മുടെ കോളേജിലേക്ക് ഇന്ന് തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി വന്നത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഈ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പ്രൊഫൈലുണ്ട്. ഒരു കോർപ്പറേറ്റ് ട്രെയിനർ, അതേപോലെ തന്നെ ലെക്ചർ, അതേപോലെ തന്നെ യൂട്യൂബർ, കുറേ പ്രൊഫൈലുള്ള ഈ വ്യക്തി കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് സംവദിക്കുന്ന സമയത്ത് കുറേ ഇൻഫർമേഷൻ കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റും. ഒരു ഗസ്റ്റ് ആയിക്കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ KP നജീമുദ്ദീൻ സാർ. വളരെ സന്തോഷം നമ്മുടെ ഈ കോളേജിലേക്ക് സാർ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ക്രിയ ഇൻസൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാനാണ്. വളരെ സന്തോഷം നമ്മുടെ കോളേജിലേക്ക് സാർ എത്തിയത്. അപ്പോൾ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ തിരൂർ പഠനകേന്ദ്രമായ IHTയിലെ മോണ്ടിസോറി TTCയിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ +2 ഡിഗ്രി എല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ കോളേജിൽ എത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗസ്റ്റിനോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തെ, നമുക്ക് കിട്ടിയ അവസരമാണ്, മാക്സിമം അദ്ദേഹത്തിനോട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സക്സസ് ആയ ഒരു ബിസിനസ്മാനാണ് സാറ്. അപ്പോൾ സാറിന് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. സാറിന് ഇൻസ്പയർഡ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സന്ദർഭം ഏതാണ്? നല്ല ചോദ്യമാണ്. ഒരു 2013 ഞാൻ ഈ അധ്യാപന രംഗത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു സേഫ് സോണിൽ ഒരു മാസം 40,000 രൂപ സാലറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സേഫ് സോണിൽ, കംഫർട്ട് സോണിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് തൊട്ട് മുമ്പ് ഒരു ബോസ് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പോൾ എനിക്ക് 20,000 രൂപീസ് ആയിരുന്നു സാലറി. അടുത്ത തവണ ഞാൻ ആ ബോസിനെ കണ്ടപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി ചോദിച്ചതാണ്. അല്ല, അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ജോലി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇപ്പോൾ എനിക്ക് 40,000 രൂപീസ് സാലറി ഉണ്ട്. അപ്പോൾ സാറിൻ്റെ മുഖം അത്രയായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആകെ 20,000 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എനിക്ക് 40,000 ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, നീ എൻ്റെ മോനെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ട്. എങ്ങനെ തോന്നി? നിൻ്റെ അത്ര സ്മാർട്ടോ മറ്റോ ആക്റ്റീവോ ഒക്കെ ആണോ തോന്നിയോ എന്ന് വെച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒരിക്കലും അല്ല, എൻ്റെ മോനെ എനിക്കറിയാം. പക്ഷെ അവൻ ഇന്ന് ദുബായിൽ 4-5 മെഡിക്കൽ ഷോപ്പുകൾ സ്വന്തമായിട്ടുള്ളൊരു ഓൺട്രപ്രണറാണ്. മാസം 3 ലക്ഷം രൂപ എനിക്ക് വരുമാനം വരുന്നുണ്ട്. അവൻ ആദ്യം ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പ് എടുത്തു, അത് വിജയിച്ചു, അത് അടുത്തതെടുത്തു, പിന്നെ അതിൻ്റെ അടുത്തതെടുത്തു. അങ്ങനെ ഒരു 4-5 മെഡിക്കൽ ഷോപ്പ് അവൻ എടുത്ത് അവൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഒരു 1% പോലും സ്മാർട്ട്നെസ് ഇല്ലാത്ത എൻ്റെ മകനക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവാൻ പറ്റുമെങ്കിൽ, നല്ലൊരു ഓൺട്രപ്രണർ ആവാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്തിൻ്റെ കേടാ? എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട്, ആളുകളെ കൈയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ആ വഴിക്ക് ചിന്തിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായ സംഭവം എന്ന് പറയുന്നത്. ഞാൻ ഇരുന്ന് ചോദിക്കുകയാണ്, ശരിയാണ്, എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഓൺട്രപ്രണർ മൈൻഡ് അങ്ങനെ ഒരു വിത്തിട്ടുന്നത് ആ സാറാണ്. അപ്പോൾ അതിനുള്ള പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് പുള്ളി മരിച്ചത്. പക്ഷേ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പുള്ളിയോട് നന്ദി കടപ്പാടുള്ളൊരു വ്യക്തിയായിരിക്കും. കാരണം നമുക്ക് നല്ലൊരു വഴി കാണിച്ചിട്ടാണ് പുള്ളി ചെയ്തത്. അപ്പം ഞാൻ ഈ ഓൺട്രപ്രണറിലേക്ക് വരാനുണ്ടായ സംഭവം ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു കോളേജിൽ, കേരളത്തിൽ പ്രശസ്തമായിട്ടൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ ഡയറക്ടർ ഞങ്ങളുടെ കോളേജിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. ഓരോരുത്തർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ടെക്നോളജി അപ്പോൾ അന്ന് വരുന്നേ ഉള്ളൂ, ആൾക്കാരൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ അത് ഉപയോഗിച്ചും കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുകയും ആ പ്രോഗ്രാം വളരെ പോപ്പുലർ ആവുകയും ഈവൻ വിദേശത്തുനിന്ന് വരെ റിസർച്ച് പേപ്പറുകൾ ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സക്സസ് ആയിരുന്നു, ഭയങ്കര പ്രോഫിറ്റബിൾ പ്രോഗ്രാം ആയിരുന്നു. കാരണം രജിസ്ട്രേഷൻ ഫീസ് കൊണ്ട് മാത്രം മൊത്തം ചിലവ് നടന്നു പോകുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു. അത് സക്സസ് ആയി. സ്വാഭാവികമായിട്ടും ആ സാറ് പിന്നെ അവിടുന്ന് ആ കോളേജിൽ നിന്ന് മാറി വേറെ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ പ്രോഗ്രാമിനും പുള്ളി അവിടുത്തെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്തു. ഞാൻ മുമ്പ് ജോലി ചെയ്ത കോളേജിൽ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അവനാണ് അവിടുത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് കോർഡിനേറ്റ് ചെയ്തത്. അവനെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചു, അവർക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്തു.
അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ പോയി ഒരു വേറെ കോളേജുകളിൽ നിന്നും വേറെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാറി പിന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഘട്ടത്തിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ടീച്ചിങ് മെയിൻ തൊഴിലും ഇത് സൈഡ് ബിസിനസ്സുമാണല്ലോ. ഈ സൈഡ് ബിസിനസ്സിൽ നിന്ന് കൂടുതൽ വരുമാനം വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ അറ്റൻഷൻ ഇങ്ങോട്ട് കൊടുത്തു. ഒരു ഓഫീസൊക്കെ ഇട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നു. അങ്ങനെയാണ് ഞാനൊരു ഫുൾ ടൈം ഓൺട്രപ്രണർ ആയത്. ഇതിലൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഉപ്പാടെ ആഗ്രഹം എന്നെ ഒരു പ്രൊഫസറാക്കണം എന്നായിരുന്നു, കോളേജ് പ്രൊഫസറാക്കണം. ഞാൻ ഗർഭത്തിലുള്ളപ്പോഴേ എൻ്റെ ഉമ്മയുടെ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ച് വന്നു ഇങ്ങനെ വളർന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു ബിസിനസ്സുകാരനാണെന്നായിരുന്നു. കാരണം ചെറുപ്പം തൊട്ട് എനിക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും ഞാനത് എന്ത് ചെയ്യും, അങ്ങനെ ഒന്ന് ഇരട്ടി വിലയ്ക്ക് വിൽക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പഠിക്കാൻ കുറച്ച് മണ്ടനായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ആനുവൽ എക്സാം കഴിയുമല്ലോ. ആനുവൽ എക്സാം കഴിയുന്ന സമയത്ത് ഓരോ എക്സാം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ആ സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ബുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ. എന്തിനാ വെച്ചാൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. വേറെയും കുട്ടികളുടെ പറയുമ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബുക്കാണ് വേഗം ചിലവായി പോവുക. എന്താ കാരണം എന്നറിയോ? പുത്തൻ പോലെ ഉണ്ടാവും, തുറന്നു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. പുതിയ ബുക്ക് പുസ്തകം സ്കൂളിൽ കൊണ്ടുപോകുന്നില്ല, വീട്ടിൽ തന്നെ തുറന്നു നോക്കാറില്ല. ഫ്രഷ് ആയിരിക്കും. നമ്മൾ ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങി അതേപോലെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടി അതേപോലെ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ബുക്ക് അടുത്ത ബാച്ചിലെ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 8th ആണ് വെച്ചാൽ അടുത്ത വർഷം 8th വരെ നമ്മുടെ കുട്ടികൾക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ ഈ പഠിപ്പിസ്റ്റോളൊക്കെ ഉണ്ടല്ലോ അവരെന്ത് ചെയ്യുക, സമ്മർ വെക്കേഷൻ പോലും വേസ്റ്റ് ആകില്ല. സമ്മർ വെക്കേഷനൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്ന വരെ ഒന്ന് വാങ്ങിക്കും. അങ്ങനെ ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു വിൽക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത്, ഞാൻ മറ്റേ വിക്കലല്ല ഉദ്ദേശിച്ചത്, ബുക്ക് വിറ്റ കാര്യമല്ല പറഞ്ഞത്. ഈ സംസാരിക്കുമ്പോൾ ഒരു വിക്ക് വരുമായിരുന്നു, ഒരു കൊഞ്ഞപ്പട. ഫോർ എക്സാമ്പിൾ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞൊക്കെ ഞാൻ ചത്തത്തുരു എന്ന് പറയുള്ളൂ. ക എന്നുള്ള അക്ഷരം കിട്ടില്ല. അതുപോലെ ചില അക്ഷരങ്ങൾ എനിക്ക് കിട്ടില്ല. ഇതോടുകൂടി എൻ്റെ ബാപ്പ എന്ത് ചെയ്തു, എന്നെ പ്രൊഫസറാക്കാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചു. ഇവൻ ഇതേ കൊല്ലത്തിൽ പോയിട്ട് ക്ലാസ് എടുത്താൽ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നായിട്ട് എന്നെ പ്രൊഫസറാക്കാനുള്ള ആഗ്രഹം പാവം ഉപേക്ഷിച്ചു. എൻ്റെ ഉമ്മ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 4ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, എന്നെ ഡോക്ടറാക്കാനുള്ള ആഗ്രഹം ഉദ്ദേശിച്ചു. കാരണം ഈ പഠിപ്പും വെച്ചുകൊണ്ട് ഇവന് ഡോക്ടർ പോയിട്ട് കമ്പൗണ്ടർ പോലും ആവില്ല എന്നുള്ളത് ഉമ്മ മനസ്സിലാക്കി. അത് കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ടേൺഡ് ഔട്ട് ഇങ്ങനെ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MBA ചെയ്തു. എന്നിട്ട് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ള വിഷയത്തിൽ ഫോക്കസ് ചെയ്തു. അതിലൊരു PhD എടുത്തു. ആ PhD എടുത്തോടു കൂടി എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ എന്നുള്ളൊരു ടൈറ്റിൽ വന്നു. അതോടെ ഉമ്മയുടെ ആഗ്രഹം സഫലമായി. ആ ഡോക്ടറേറ്റ് കിട്ടിയ പാടെ എന്നെ ഒരുപാട് കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉപ്പയുടെ ആഗ്രഹപ്രകാരം ഞാനൊരു പ്രൊഫസറുമായി. ആ പ്രൊഫസർ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തു. ഈ പറഞ്ഞ സംരംഭം തുടങ്ങി, ചെറിയ രീതിയിൽ വിജയിച്ചു. അതിലേക്ക് ഫുള്ളി ഇതിലേക്ക് ഷിഫ്റ്റായി. ഞാനൊരു സംരംഭകനുമായി. ഞാനും ഹാപ്പി, ഉമ്മയും ഹാപ്പി, ഉപ്പയും ഹാപ്പി. ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ഇതാണ് ഒരു രത്നച്ചുരുക്കം.